വെൽക്കം ടു NCERT +1 and +2 ഫിസിക്സ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ടോർക്കും അതുപോലെ തന്നെ ആംഗുലർ മൊമെന്റവും ഡിസ്കസ് ചെയ്യായിരുന്നു അല്ലെ. ടോർക്കും ആൻഡ് സിംഗിൾ പാർട്ടിക്കിളിന്റെ ടോർക്ക് നമ്മൾ കണ്ടു. ദാറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് R ക്രോസ് F. ആൻഡ് ലീനിയർ മൊമെന്റം ഓഫ് ദ സിംഗിൾ പാർട്ടിക്കിൾ നമ്മൾ കണ്ടു. ദാറ്റ് ഈസ് R ക്രോസ് P. അപ്പോൾ ഇത് രണ്ടാണ് നമ്മൾ കണ്ടത്. അപ്പൊ നമ്മൾ ഇനി എന്താണ് സിംഗിൾ പാർട്ടിക്കിളിനാണ് കണ്ടത്. ഇനി ഇത് എക്സ്റ്റെൻഡ് ടു എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആണ് ഇനി കാണാൻ പോണേ. അപ്പൊ നോക്കാം. സോ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം ഫോർ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. ഒരു റിജിഡ് ബോഡി എടുത്തു കഴിഞ്ഞാൽ there will be lots of particles in it. So നമ്മൾ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൻ്റെ അകത്ത് ടോർക്കും ആംഗുലർ മൊമെന്റം എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പം ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ ആ ടോട്ടൽ ആയിട്ടുള്ള ലീനിയർ മൊമെന്റം ആംഗുലർ മൊമെന്റം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിളിന്റെ ആംഗുലർ മൊമെന്റംസും ഇൻഡിവിജ്വൽ പാർട്ടിക്കിളിന്റെ ആംഗുലർ മൊമെന്റാണ് എൽ കൊണ്ട് വരിക. അതെല്ലാം കൂടെ ഓരോ പാർട്ടിക്കിളിനും, ഇപ്പം ഒരു ബോഡി ഉണ്ട്, ഒരുപാട് പാർട്ടിക്കിൾ ഉണ്ട് അല്ലെ. അപ്പൊ ഓരോ പാർട്ടിക്കിളിന്റെയും ഈ എൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്താൽ മതി. സോ ഇഫ് ദർ ആർ n particles in the system, ഈ L1 ഓരോ ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ ആംഗുലർ മൊമെന്റം, സെക്കൻഡ് പാർട്ടിക്കിളിന്റെ ആംഗുലർ മൊമെന്റം, അങ്ങനെ എന്നത്തെ പാർട്ടിക്കിളിന്റെ വരെ ആംഗുലർ മൊമെന്റം നമ്മൾ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വി വിൽ ഗെറ്റ് ദ ടോട്ടൽ ആംഗുലർ മൊമെന്റം ഓഫ് ദ സിസ്റ്റം. അപ്പൊ ഈ ടോട്ടൽ ആംഗുലർ മൊമെന്റം ഫോർ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആ ലെറ്റർ ക്യാപിറ്റൽ എൽ ആണ്. സ്മോൾ എൽ എന്ന് പറയുന്നത് സിംഗിൾ പാർട്ടിക്കിളിന്റെ ആംഗുലർ മൊമെന്റം ആണ്. ടോട്ടൽ സിസ്റ്റം ഓഫ് പാർട്ടിക്കിളിന്റെ ടോട്ടൽ ആംഗുലർ മൊമെന്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ക്യാപിറ്റൽ എൽ വഴിയാണ്. ഓക്കെ, ഇതൊക്കെ വെക്ടർ ആണ്. അപ്പൊ എപ്പോഴും നൊട്ടേഷൻ അനുസരിച്ച് ക്യാപിറ്റൽ L കൊണ്ട് represent ചെയ്യാം. Okay, so that means total angular momentum of the system of particle capital L is equal to first അതിൻ്റെ first particle അതിൻ്റെ angular momentum, second particle അതിൻ്റെ angular momentum plus എന്താണ് എന്നത്തെ പാർട്ടിക്കിളിന്റെ ആംഗുലർ മൊമെന്റം. അപ്പൊ നമുക്ക് ഈ പർട്ടിക്കുലർ സീരീസിനെ സമ്മേഷൻ സിമ്പിൾ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. സമ്മേഷൻ I runs from 1 to n Li ഇങ്ങനെ എഴുതാമല്ലോ. ഇങ്ങനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇവിടെ ഇപ്പൊ ith പാർട്ടിക്കിളിന്റെ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് എന്താവും? ഇപ്പം ദാറ്റ് മീൻസ് Ri ക്രോസ് Pi. ഓക്കെ, ith പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ ith പാർട്ടിക്കിളിന്റെ ആംഗുലർ മൊമെന്റം Ri ക്രോസ് Pi ആയിരിക്കും. വേർ Ri എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടർ ഓഫ് ith പാർട്ടിക്കിൾ. പൊസിഷൻ vector of ith particle with respect to origin, and Pi is given by mi vi. നമ്മൾ already കണ്ടത് mi vi. That will be the linear momentum of the ith particle. Linear momentum of the ith particle. Okay, അപ്പൊ ഇതാണ് നമ്മുടെ ആംഗുലർ മൊമെന്റം. സോ ഫോർ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ, അപ്പോൾ നമുക്ക് ഫോർ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ therefore total angular momentum of a സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ എൽ വിച്ച് ഈസ് ഗിവൺ ബൈ സമ്മേഷൻ ഓഫ് I is equal to 1 to n Li. ഈ ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിളിന്റെ ആംഗുലർ മൊമെന്റം കൂട്ടിയാൽ മതി. ആൻഡ് നമുക്കറിയാം ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിളിന്റെ ആംഗുലർ മൊമെന്റം ഈസ് ഗിവൺ ബൈ Ri ക്രോസ് Pi. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ സിംഗിൾ പാർട്ടിക്കിളിന് നമ്മൾ കണ്ടിരുന്നു. L എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടർ ക്രോസ്
ആംഗിൾ മൊമെന്റം. അപ്പം അങ്ങനെയുള്ള ഇത് സിംഗിൾ പാർട്ടിക്കിൾ എക്സ്പ്രഷൻ ആയിരുന്നു. അത് നമ്മൾ എന്താണ് ജനറലൈസ് ചെയ്തിരിക്കുകയാണ് ഫോർ എ സിസ്റ്റം ഓഫ് n പാർട്ടിക്കിൾസ്. അതിനെയാണ് നമ്മൾ ഇങ്ങനെ ജനറലൈസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് യു നോ ദാറ്റ് ടോ ഈസ് ഗിവൺ ബൈ r ക്രോസ് l. ഇത് നിങ്ങൾക്കറിയാം. ആൻഡ് വൺ മോർ തിങ് വി ഹാവ് സീൻ ഇൻ ദ ലാസ്റ്റ് വീഡിയോ, dl by dt is given by tau. ഓക്കെ, ഇത് രണ്ടും നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടതാണ്. ഓക്കെ, ഇതെല്ലാം കണ്ടത് ഡി സ്മോൾ എൽ, റൈറ്റ്, ലാസ്റ്റ് വീഡിയോയിൽ കണ്ടത്. അപ്പം ഇത് രണ്ടും നമ്മൾ കണ്ടതാണ്. ദെയർഫോർ നമുക്കിപ്പോൾ എല്ലാണ് ഇവിടെ നോക്കിക്കേ, നമുക്കിപ്പം ഫോർ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ഇറ്റ് ഈസ് റെപ്രസെന്റ് ടോട്ടൽ ലീനിയർ ആംഗുലർ മൊമെന്റ് ക്യാപിറ്റൽ എൽ കൊണ്ട് നോട്ടിങ്. സോ നമുക്ക് ഈ ക്യാപിറ്റൽ ലീനിയർ മൊമെന്റത്തിനെ ഒന്നത് ഇതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് ഡി എൽ ബൈ ഡി ടി ഒന്ന് എടുത്തു നോക്കാം. സോ ഡി എൽ ബൈ ഡി ടി മീൻസ് ഡി ബൈ ഡി ടി ഓഫ് summation I is equal to 1 to n, I is equal to 1 to n li. That means നമുക്കറിയാം dl by dt means that is tau. So ഇതിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് tau I ആയിരിക്കും അല്ലേ. And that runs from 1 to n. Okay. So ഇവിടെ tau I will be the torque acting on the ith particle. Torque acting on the ith particle. Torque acting on the ith particle. Okay. And the tau I is given by, you know, that is Ri cross Fi. Okay. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടുത്തെ ഫോഴ്സ്, ദാറ്റ് ഫോഴ്സ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ith പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സം ഓഫ് ദ external forces Fi external plus sum of internal force ആണ്. രണ്ടിന്റെയും കൂടി സം ആണ്. ഓക്കെ, ഇന്റേണൽ ഫോഴ്സിന്റെയും എക്സ്റ്റേണൽ ഫോഴ്സിന്റെയും കൂടി സം ആണ് നമ്മളുടെ ഈ Fi എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ കോൺട്രിബ്യൂഷൻ, tau I means Ri cross Fi ആണ്. സോ ഇവിടെ നമ്മുടെ Fi ക്ലാരിഫിക്ക് ചെയ്താൽ Fi കൺസിസ്റ്റ് ഓഫ് ബോത്ത് എക്സ്റ്റേണൽ ഫോഴ്സ് പ്ലസ് ഇന്റേർണൽ ഫോഴ്സ്. ഈ രണ്ട് ഫോഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട്, ഇന്റേണൽ ഫോഴ്സ് ഉണ്ട് ഈ Fi എന്ന് പറയുമ്പോൾ. therefore അതുകൊണ്ട് തന്നെ Fi. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്ക് ടോയെയും തിരിച്ചെഴുതാൻ പറ്റും. എങ്ങനെയാണ്? എക്സ്റ്റേണൽ ടോർക്കും ഇന്റേണൽ ഫോഴ്സും ഉണ്ടാകുന്ന ടോർക്കും തിരിച്ചെഴുതാൻ പറ്റും. We have just seen the expression for tau I as sigma I is equal to 1 to n tau I. And that tau I is given by what? R cross F. So here it will come as Ri cross Fi. Ri cross Fi. So നമുക്ക് അതാണ് പറഞ്ഞത്, ഈ Fi എന്ന് പറയുമ്പോൾ external force ഉണ്ടാവും, internal force ഉണ്ടാവും. So therefore you will have basically two taus. That two taus means ഒന്ന് due to external force, അതിനെ നമുക്ക് tau external എന്ന് കൊടുക്കാം, and one is due to internal force, അതിനെ നമുക്ക് tau internal എന്നും കൊടുക്കാം. അതായത് നമ്മൾ ബേസിക്കലി എന്താ പറയുന്നത്, ഇപ്പൊ Fi എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് നമ്മുടെ സെഗ്മ I is equal to 1 to n, നമ്മുടെ tau I ആണ് കേട്ടോ, Ri cross Fi എന്നാണല്ലോ. സോ Fi മീൻസ് എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട്, ഇന്റേണൽ ഫോഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഇങ്ങനെ തിരിച്ചെഴുതാൻ പറ്റും. I is equal to 1 to n Ri cross Fi external plus sigma I is equal to 1 to n Ri cross Fi internal. അപ്പം ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? tau external എന്നും ഇതിനെയാണ് നമ്മൾ tau internal എന്ന് വിളിക്കുക. അപ്പം നമ്മൾ
നമ്മുടെ ഇവിടെ നേരത്തെ പോലെ തന്നെ നമ്മൾ ന്യൂട്ടൺസ് തേർഡ് ലോ, ഓക്കെ, നമ്മൾ കണ്ടതാണ് ന്യൂട്ടൺസ് തേർഡ് ലോ. ഇവിടെ വീണ്ടും നമുക്ക് ഇൻവോക്ക് ചെയ്യാം. അതനുസരിച്ച് ഇന്റേർണൽ ഫോഴ്സിന്റെ സമ്മേഷൻ 0 ആവും. ഓക്കെ, ഇന്റേർണൽ ഫോഴ്സ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? കോൺട്രിബ്യൂഷൻ ഫ്രം ഇന്റേർണൽ ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയി മാറും. അങ്ങനെ എന്ത് പറ്റും? ടോ എന്ന് പറയുന്നത്, കാര്യം ആ ടോ ആക്ഷൻ റിയാക്ഷൻ പെയർ ഓഫ് ഫോഴ്സ് ഉണ്ടാകുന്ന ടോ, അതുകൊണ്ട് തന്നെ 0 ആയി മാറും. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫോഴ്സ് ക്യാൻസൽ ചെയ്തുകൊണ്ട് ടോ ഇന്റേണൽ 0 ആവുകയും therefore ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ടോ ആയി എന്ന് പറയുന്ന ആള് ടോ എക്സ്റ്റേണൽ മാത്രമായി മാറും, നേരത്തെ കണ്ട പോലെ തന്നെ. ഓക്കെ, സോ നമുക്കറിയാം ടോ ടോട്ടൽ ടോർക്ക് എന്ന് പറയുന്നത് സം ഓഫ് ഓൾ ദ ടോർക്സ് ആണ്, അല്ലെ? ജസ്റ്റ് നമ്മൾ കണ്ടതാണ്, ഇപ്പൊ കണ്ടതാണ്, സം ഓഫ് ഓൾ ദ ടോർക്സ് ആണ്. therefore and dl by dt, ഇപ്പൊ നമ്മൾ ജസ്റ്റ് കണ്ടു, ഇത് dl by dt is equal to summation of I is equal to 1 to n tau y. ഇത് നമ്മളിപ്പോ കണ്ടതാണ്. അപ്പം നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? സോ ഹിയർ നൗ വി ഹാവ് സീൻ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ടോ എക്സ്റ്റേണൽ ആണെന്ന് നമുക്ക് മനസ്സിലായി. ദാറ്റ് മീൻസ് dl by dt is equal to ടോ എക്സ്റ്റേണൽ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഈ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്താണ് ആംഗുലർ മൊമെന്റം ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ is equal to sum of external torques. The torques due to external force acting on the system about the same point. അപ്പോൾ ഇതാണ് ഇതിന്റെ അർത്ഥം. ടൈം റേറ്റ് ഓഫ് total angular momentum of a system of particles is equal to sum of external torques. This is due to what? External forces. Okay, external forces acting on the system. ഓക്കെ, അപ്പൊ നമ്മൾ ടോ ഇസ് ഇക്വൽ ടു ആർ ക്രോസ് എഫ് എന്നുള്ളതിന്റെ ഒരു ജനറലൈസേഷൻ ആണ് ഇപ്പൊ നമ്മൾ കണ്ട ഈ ഇക്വേഷൻ. ഓക്കെ, സോ ഇപ്പൊ നമുക്ക് ഒരു പാർട്ടിക്കിളേ ഉള്ളൂ എന്ന് വിചാരിക്കും. ഒരു പാർട്ടിക്കിളേ ഉള്ളെങ്കിൽ അവിടെ ഇന്റേർണൽ ഫോഴ്സോ ടോർക്കോ ഒന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, ദെൻ നമുക്ക് അപ്പം നമ്മൾ ലീനിയർ ട്രാൻസ്ലേഷൻ മോഷനിൽ കണ്ട ഒരു കാര്യമാണ് എന്ത്? ഡി പി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എഫ് എക്സ്റ്റേണൽ. അപ്പം ഈ ഇക്വേഷന്റെ ട്രാൻസ്ലേഷൻ മോഷൻ കണ്ടു, ഇതിന്റെ റൊട്ടേഷണൽ അനലോഗ് ആണ് നമ്മളിപ്പൊ കണ്ട എന്താണ് ഈ ഇക്വേഷൻ? ഡി എൽ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ടോ എക്സ്റ്റേണൽ. സി, ലീനിയർ മൊമെന്റത്തിന് പകരം ആംഗുലർ മൊമെന്റം, ഫോഴ്സിന് പകരം ടോർക്ക്. ഓക്കെ, സോ ഈ ഇക്വേഷൻസ് ഡി പി ബൈ ഡി ടി, ഇവിടെ ക്യാപിറ്റൽ പി മീൻസ് ദാറ്റ് ഇസ് ഫോർ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ. ഇവിടെ നമ്മൾ ക്യാപിറ്റൽ എൽ കൊടുക്കുന്നത് ഇറ്റ്സ് ഫോർ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ. സോ ഇതാണ് ഇക്വേഷൻസ് ഫോർ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നതാണ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. Conservation of angular momentum. Okay, so ഇപ്പൊ നമ്മളുടെ ഇക്വേഷൻ നോക്കുക. our equation is dl by dt is equal to tau external. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ, അല്ലെ?
സോ ഇവിടെ ഇതിൻ്റെ അകത്ത് നമ്മുടെ ടോ എക്സ്റ്റേണൽ ടോർക്ക് ടോട്ടൽ ടോർക്ക് ഇഫ് ഇറ്റ് ഇസ് 0 അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, which implies dl/dt should be 0. ഡിഫറൻഷ്യൽ 0 ആകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മേലത്തെ എല്ല് ആ സംഭവം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന എന്താണോ അത് കോൺസ്റ്റന്റ് ആവുക എന്നാണ് അർത്ഥം. ദാറ്റ് മീൻസ് എൽ ഈസ് കോൺസ്റ്റന്റ്. അപ്പൊ ടോട്ടൽ ടോർക്ക് 0 ആവുകയാണെങ്കിൽ ടോട്ടൽ ആംഗുലർ മൊമെന്റം കൺസേർവ്ഡ് ആവും, കോൺസ്റ്റന്റ് ആവും അല്ലെങ്കിൽ കൺസേർവ്ഡ് ആവും നമുക്ക് പറയാം. സോ ഇഫ് ടോട്ടൽ external torque on a system of particles is 0, then the total angular momentum of the system is conserved. The conservation of angular momentum conserved, that means remains constant. Okay. Okay, അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു L കോൺസ്റ്റന്റ് ആണെന്ന് നമ്മൾ എഴുതി അല്ലേ? L കോൺസ്റ്റന്റ് ആണെന്ന് എഴുതി. അപ്പൊ Lന് 3 കമ്പോണൻസ് ഉണ്ട്, എക്സും വൈയും ഇസഡിലേക്ക്. Lന്റെ L കമ്പോണന്റ് ആണ് Lx, y component ആണ് Ly, z component ആണ് Lz. ഇതെല്ലാം will be some constants. എല്ലാം എന്താണ്, എന്തെങ്കിലും ഒരു കോൺസ്റ്റന്റ് ആവും. അപ്പം ടോട്ടൽ ആംഗുലർ മൊമെന്റം കൺസേർവ്ഡ് ആണെന്ന് പറയുമ്പോൾ ഈ ഓരോ കമ്പോണന്റും അവിടെ കൺസേർവ്ഡ് ആയി മാറും. Ly, Lx, Ly, Lz എല്ലാം കൺസേർവ്ഡ് ആയി മാറും. ഓക്കെ, അപ്പം നമ്മളിപ്പോ കണ്ടില്ലേ, നമ്മൾ ലീനിയർ മൊമെന്റത്തിന്റെ അകത്ത് അന്ന് കണ്ടിരുന്നു, if total external force 0 ആവുകയാണെങ്കിൽ P will be a constant. അപ്പൊ അതിന്റെ റൊട്ടേഷണൽ അനലോഗ് ആണ് നമ്മളിപ്പോ കണ്ട എക്സ്റ്റേണൽ ടോർക്ക് 0 ആവുകയാണെങ്കിൽ L will be constant. ഓക്കെ, അതിന്റെ റൊട്ടേഷണൽ അനലോഗ് ആണ്. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ അകത്ത് ഒരു പ്രോബ്ലം ചെയ്യാം. ഇത് ടെക്സ്റ്റിലെ 7.5 എക്സാമ്പിൾ പ്രോബ്ലം ആണ്. നോക്കൂ, ഫൈൻഡ് ദ ടോർക്ക് ഓഫ് എ ഫോഴ്സ്. അപ്പൊ ടോർക്കാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫോഴ്സ് ആണ് തന്നിരിക്കുന്നത്. ഫോഴ്സ് is given by 7I plus 3J minus 5K about the origin. Okay, the force acts on particle whose position vector is, and position vector തന്നിട്ടുണ്ട്. ആ പാർട്ടിക്കിളിന്റെ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഏത് പാർട്ടിക്കിൾ ആണോ ആ പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്ടർ, ദാറ്റ് ഈസ് R, which is given by I minus J plus K. ടോർക്ക് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ടോർക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ടോർക്ക് ഈസ് വാട്ട്? R ക്രോസ് K. ഇത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും നന്നായിട്ട് നമുക്ക് ഡിറ്റർമിനന്റ് മെത്തേഡ് യൂസ് ചെയ്യാം. സോ ഈ ക്രോസ് പ്രോഡക്റ്റിന് നമ്മൾ ഡിറ്റർമിനന്റ് മെത്തേഡ് കണ്ടതാണ്. ഒന്നുകൂടെയും കൂടി ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പുറത്ത് പറയാട്ടോ. സോ ഫോഴ്സ് എന്ന് പറയുന്നത് ഇതാണ്, 7I plus 3J minus 5K. ആൻഡ് R വെക്ടർ തന്നിരിക്കുന്നത് I minus J plus K. ഇതാണ്. സോ വി നീഡ് ടു ഫൈൻഡ് ടോർക്ക് വിച്ച് ഈസ് R ക്രോസ് K. അപ്പൊ ഇങ്ങനെ ഡിറ്റർമിനന്റ് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ആദ്യം നിങ്ങളൊരു ബോക്സ് ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? I, J, K കമ്പോണൻസിനെ എഴുതുക. എന്നിട്ട് ആദ്യം ആറിന്റെ എഴുതണം. R ക്രോസ് F ആണ്. സോ ആദ്യം ആറിന്റെ ഈ ഐക്കും ജെക്കും കെയ്ക്കും കൂടെ വന്നിരിക്കുന്ന ആ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്, കോഎഫിഷ്യൻസ് ഏതൊക്കെയാണ് അത് എഴുതുക. അപ്പൊ ഐയുടെ കൂടെ ഇവിടെ വന്നിരിക്കുന്നത് 1, ജെയുടെ കൂടെ -1, കെയുടെ കൂടെ 1. ഇനി എഫിന്റെ കൂടെയുള്ള കോഎഫിഷ്യൻസ് ഇതിന്റെ താഴേക്ക് എഴുതുക. ദാറ്റ് ഈസ് 7, 3, -5. എന്നിട്ട് നമ്മൾ ഈ I, J, K എന്ന് പറഞ്ഞ ഓർഡറിൽ എടുക്കുമ്പോൾ I പോസിറ്റീവായിട്ടായിരിക്കും എടുക്കുക. ഇനി J നെഗറ്റീവായിട്ടും K പോസിറ്റീവായിട്ടും ആയിരിക്കും നമ്മൾ ഓർഡർ എടുക്കുക. അപ്പൊ ഫസ്റ്റ് I എടുത്തു കഴിഞ്ഞിട്ട് I ആകുന്ന കോളവും I ആകുന്ന റോവും
ഡിലീറ്റഡ് ആയി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കിട്ടുന്നതിന്റെ ഡിറ്റർമിനന്റ് ആണ് എടുക്കുക. -1, 1, 3, -5. ഓക്കെ. സി ഇവിടെ ഐ ആവുന്ന കോളം നിങ്ങൾ സെക്കൻഡ് ഇയറിൽ ഇൻട്രൊഡ്യൂസ്ഡ് ആവും മെട്രിക്സ് ആവുന്നതാണ് ഒന്നുകൂടെ കൂടെ പറയാന്ന് വിചാരിക്കുന്നത്. ഐ എന്ന് പറയുന്നത് ഫസ്റ്റ് കോളത്തിലെയും ഫസ്റ്റ് റോയിലെയും എലമെന്റ് ആണ്. അപ്പൊ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു കോളവും IJKയും I17 എന്ന് പറഞ്ഞ ഈ കോളവും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എന്താണോ അതിന്റെ ഡിറ്റർമിനന്റ് എടുക്കണം. നെക്സ്റ്റ് വൺ നമ്മൾ ജെ എന്ന് പറയുമ്പോൾ -J എന്ന് എടുക്കുക. അപ്പം J ഉണ്ടാവുന്നത് ഫസ്റ്റ് റോയിലും സെക്കൻഡ് കോളത്തിലുമാണ് അല്ലെ. സോ ആ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണ് അതിന്റെ ഡിറ്റർമിനന്റ് എടുക്കണം. ദാറ്റ് വിൽ ബി 17, 1, -5 പ്ലസ് അടുത്ത് കെ എടുക്കും, പ്ലസ് എടുക്കുക. ഓൾട്ടർനേറ്റ് ഐക്ക് പ്ലസ് ജെക്ക് മൈനസ് കെക്ക് പ്ലസ്. ഓക്കെ. കെ ജെ എന്ന് പറയുന്ന 1 ഫസ്റ്റ് കോളം തേർഡ് റോയാണ്. അപ്പൊ ഫസ്റ്റ് കോളം തേർഡ് റോ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ കിട്ടുന്നത് അതിന്റെ ഡിറ്റർമിനന്റ് എടുക്കണം. ഇനി ഡിറ്റർമിനന്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ശ്രദ്ധിക്കുക, ABCD ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നത് A×D - B×C. ഇതാണ് അതിന്റെ ഫോർമുല. ഓക്കെ. ഡിറ്റർമിനന്റ് ഫോർ എ സ്ക്വയർ മെട്രിക്സ്. ഓക്കെ. ഇവിടെ ചിന്തിക്കുക, -1 × -5 എന്ന് 5 -3 -J × -5 -7 plus K × 3 minus of 7 × -1 -7 ആണ്. So minus of minus വരുമ്പോൾ +7. That means 2i. ഈ -5 -7 എന്ന് പറയുന്നത് -12 ആണ്. -12 × -1 is +12j. 7 + 3 means 10k. Okay. സോ ഇതാണ് എൻ്റെ ആൻസർ. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് എക്സാമ്പിൾ 7.6. ഷോ ദാറ്റ് ദ ആംഗുലർ മൊമെന്റം അബൌട്ട് എനി പോയിന്റ് ഓഫ് എ സിംഗിൾ പാർട്ടിക്കിൾ moving with constant velocity. So we have here a single particle മാത്രം എടുത്താൽ മതി, റിജിഡ് ബോഡി ഒന്നും കൺസിഡർ ചെയ്യണ്ട. And that body is moving with constant velocity. Okay. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കേണ്ട അതിന്റെ ആംഗുലർ മൊമെന്റം ഏതൊരു പോയിന്റിലും ഉള്ള അതിന്റെ ആംഗുലർ മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ് ത്രൂ ദ മോഷൻ. ഒരു സിംഗിൾ പാർട്ടിക്കിൾ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ആംഗുലർ മൊമെന്റം ഏതൊരു പാർട്ടിക്കിളിലെയും എപ്പോഴും സെയിം ആയിരിക്കും എന്നുള്ളതാണ് കാണിക്കേണ്ടത്. സോ അതിന്റെ ആ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെന്നല്ലേ പറഞ്ഞു. അപ്പൊ ആ കോൺസ്റ്റന്റ് വെലോസിറ്റി നമുക്ക് V എടുക്കാം. കോൺസ്റ്റന്റ് വെലോസിറ്റി V. ഓക്കെ. സോ അത് ഏതെങ്കിലും ഒരു സമയത്ത് ആ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഈ കോൺസ്റ്റന്റ് വെലോസിറ്റി വിയിൽ പോകുന്ന ആ പാർട്ടിക്കിള് ഒരു P എന്ന് പറഞ്ഞൊരു പോയിന്റിലാണെന്ന് വിചാരിക്കാം നമ്മുടെ പാർട്ടിക്കിൾ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ആംഗുലർ മൊമെന്റം അബൌട്ട് എനി പോയിന്റ് എന്നുള്ളതാണ്. വിത്ത് റെസ്പെക്ട് ടു ഒരു പോയിന്റ് എടുക്കണം. നമുക്കൊരു ആർബിട്രറി പോയിന്റ് O എന്ന് പറയുന്നത് ടെക്സ്റ്റിൽ അതേ ഫിഗറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ O എന്ന് പറയുന്നത് ആർബിട്രറി പോയിന്റ് എടുക്കുകയാണ്. വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിന്റ് നമ്മൾ അതിന്റെ ആംഗുലർ മൊമെന്റം കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ. സോ നമുക്കറിയാം O to P എന്ന് പറയുന്നതാണ്. ഇപ്പം ഇതാണ് നമ്മൾ ഒരു ആർബിട്രറി പോയിന്റ് എടുക്കുകയാണെങ്കിൽ ആ O to P നമ്മൾ ഒറിജിൻ ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ O to P എന്ന് പറയുന്നതായിരിക്കും അതിന്റെ പൊസിഷൻ വെക്ടർ. ഓക്കെ. ദാറ്റ് വിൽ ബി ദ പൊസിഷൻ വെക്ടർ. ആൻഡ് നമുക്ക് എന്ത് പറയാം, ഇപ്പൊ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണെന്ന് വിചാരിക്കാം. എന്റെ വെലോസിറ്റി ഈ ഡയറക്ഷനിലാണെന്ന് വിചാരിക്കാം. സോ ഇനി നമുക്ക് ആറും പിയും തമ്മിൽ ഇടയ്ക്കുണ്ടാകുന്ന ആംഗിൾ തീറ്റയാണ്. ഓക്കെ. ആറിന്റെയും പിയുടെയും തമ്മിൽ ഇടയ്ക്കുണ്ടാകുന്ന ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കാം. ഞാൻ ഈ വെലോസിറ്റി വെക്ടറിനെ ഇങ്ങോട്ട് വരച്ചു. എന്നിട്ട് നമ്മൾ ഈ അതായത് എന്താണ് ഈ Oയെ ഇന്റർസെക്ട് ചെയ്യിപ്പിക്കുകയാണ്. 90 ഡിഗ്രിയിൽ ഇവിടെ ഇന്റർസെക്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ
ഈ ആംഗിളും എനിക്ക് തീറ്റ ആയിരിക്കുമല്ലോ. സോ വാട്ട് വിൽ ബി സൈൻ തീറ്റ? Let this point be M. In that case, sin theta is OM by position vector R. R is the hypotenuse. So here we'll get OM as R sin theta. നമ്മുടെ OM എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് R sin theta ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്? എക്സ്പ്രഷൻ ഫോർ എ സിംഗിൾ പാർട്ടിക്കിൾ ഈസ് R cross. Okay, that is R cross mv. So അതിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് ഇങ്ങനെ എഴുതാം, mvr sin theta എന്ന് എഴുതാം. So here theta is the angle between R and V, angle between R and V. Okay. സോ ഈ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്യാണ്. നമ്മുടെ പാർട്ടിക്കിൾ ഇവിടെയാണല്ലോ, നമ്മുടെ പാർട്ടിക്കിൾ ഇങ്ങനെ ഇങ്ങോട്ട് മൂവ് ചെയ്യാണ്. സോ അത് സമയത്തിനനുസരിച്ച് അതിന്റെ ടൈം വരുന്നതനുസരിച്ച് അതിന്റെ പൊസിഷൻ മാറുമെങ്കിലും ആ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി എപ്പോഴും നമ്മുടെ പാർട്ടിക്കിൾ ഇങ്ങോട്ട് തന്നെയാണ് മൂവ് ചെയ്യുക. അതിന്റെ ഡയറക്ഷൻ സെയിം ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇറ്റ് ഈസ് റീസണബിൾ ടു അസ്യൂം ദാറ്റ് ആർ സൈൻ തീറ്റ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ബിക്കോസ് എന്താണ്, പാർട്ടിക്കിൾ പൊസിഷൻ ചേഞ്ച് ചെയ്യുമെങ്കിലും അതിൻ്റെ എന്താണ് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി സെയിം ആയിരിക്കും. ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി സെയിം ആയിരിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഈ ആർ സൈൻ തീറ്റ എന്ന് പറയുന്ന ഈ കമ്പോണന്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ആർ സൈൻ തീറ്റ കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ആൻഡ് യു നോ ദിസ് ഡയറക്ഷൻ ഓഫ് എൽ എന്ന് പറഞ്ഞ ആർ ക്രോസ് പിയുടെ വെക്ടർ പ്രോഡക്റ്റ് ആണ്. ദാറ്റ് മീൻസ് എൽ എന്ന് പറയുന്നത് therefore ആർ ക്രോസ് പി ഈസ് പെർപെൻഡിക്കുലർ ടു എൽ. അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് therefore എൽ വിൽ ബി പെർപെൻഡിക്കുലർ ടു ആർ. ഓക്കെ, പെർപെൻഡിക്കുലർ ടു ആർ അതെന്ന് പറയുന്നത് എൽ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ആർ എന്ന് പറയുന്നത് ഇതാണ് എല്ലിന്റെ ഡയറക്ഷൻ. സോ അത് ഇൻടു ദ പേജിലേക്കാണ് പോവുക. അപ്പം എന്താണ്, ഈ ഒരു ആറിന്റെ ഡയറക്ഷൻ ഒരിക്കലും ചേഞ്ച് ചെയ്യത്തില്ല. ദാറ്റ് മീൻസ് എൽ എന്ന് പറയുന്നത് നമ്മുടെ ആംഗുലർ മൊമെന്റം മാഗ്നിറ്റ്യൂഡിലും അതുപോലെ ഡയറക്ഷനിലും എപ്പോഴും കൺസേർവ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പം എൽ കൺസേർവ്ഡ് ആവുക മീൻസ് എന്താണ്, എക്സ്റ്റേണൽ ടോർക്ക് ഓൺ സിസ്റ്റം ഈസ് 0. അപ്പൊ അങ്ങനെ നമ്മളത് നമുക്ക് കാണിക്കാൻ പറ്റും. കോൺസ്റ്റന്റ് വെലോസിറ്റി ആണെങ്കിൽ ഉറപ്പായിട്ടും എന്താണ്, നമ്മുടെ എല്ലാം കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നെക്സ്റ്റ് സെക്ഷൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.